അല്ല മെമ്പറെ, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? എന്തീ പതിവില്ലാത്ത സമയത്ത്? കൊച്ചുണ്ണി ആകെ പ്രശ്നത്തില്ല, ഒന്നും പറയണ്ട. നിങ്ങൾ കൈക്കൂലി കേസിൽ അങ്ങനെ കുടുങ്ങിയ? അതൊന്നല്ല പ്രശ്നം, വേറൊരു കാര്യം. കൈക്കൂലി അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഭൂലോകത്തിന്റെ സ്പന്ദനം അത് കണക്കിലാണ്. നമ്പൂരിന്റെ പിരി ഇപ്പോഴും ലൂസാണല്ലേ? നിങ്ങൾ കാരണല്ലേ ആ പാവം നമ്പൂരിയുടെ പിരിയടങ്ങിയത്. നമ്പൂരി ഇത് അധികം വെച്ചിരിക്കണ്ടാ, ഒരു ഡോക്ടറെ കണ്ടോളൂ. ഇന്നലെ വരെ അങ്ങേർക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? നിങ്ങളെ കമ്പിയും പോയിട്ട് തൊട്ട് ഷോക്ക് അടിക്കാൻ പോയപ്പോ അങ്ങേര് തള്ളി മാറ്റിയത് കൊണ്ടല്ലേ അങ്ങേർക്ക് ഷോക്ക് അടിച്ചിട്ട് ഈ അസുഖം ഉണ്ടായത്? താൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് തനിക്കും അറിയില്ല. എനിക്ക് പകരം തനിക്ക് പോയി ഡോക്ടറെ കണ്ടുകൂടെ? അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലാട്ടാ. ഞാൻ നമ്മളെ പാർട്ടി ഫണ്ടിന് ഒരു 25,000 റുപ്യ അടിച്ചു മാറ്റി. കഷ്ടകാലത്തിന് അവര് നമ്മളെ പൊക്കി. നിങ്ങളൊരു മെമ്പറല്ലേ മനുഷ്യ? നിങ്ങൾ ഈ കാശ് കാണുമ്പോഴേക്ക് അതുമതിക്ക് എന്തിനാ കമഴ്ന്ന് വീഴണേ? പൊക്കും പൊക്കും, എല്ലാറ്റിനെയും പൊക്കും. കൊച്ചുണ്ണി, ചക്കരക്കുടം കണ്ട ആരെങ്കിലും കൈയിട്ട് വരാണ്ടിരിക്കൂ? നിങ്ങൾ ചക്കരക്കുളത്തിൽ കൈയുടെ മാത്രമല്ല തലയിട്ടുണ്ടാവും. ഇനി എന്റെ കടി അങ്ങനെ അടിച്ചു മാറ്റാനുള്ള പരിപാടി ഉണ്ടോ മെമ്പറെ? കൊച്ചുണ്ണിയുടെ കയ്യിൽ കാശ് കൊണ്ട് കൊടുക്കാണ്ട്. പിന്നെ ഇവിടെ കോടികളുടെ ബിസിനസ് എല്ലാം നടക്കണ്. ഒന്ന് പോയ 10 രൂപ ഇവിടെ കയ്യിലില്ല. വേണ്ട മെമ്പർ ഈ വഴിക്ക് പോയിക്കോ, അവിടെ ഒരു പണച്ചാക്കില്ലേ, വല്ലതൊക്കെ തടയും. അതാരാ ഈ പണച്ചാക്ക്? നമ്മുടെ രമേശന്റെ സുമിത്രേ ഒന്നങ്ങോട്ട് പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര കാശ് വേണമെങ്കിലും കിട്ടും. അത് ശരിയാ, ഇപ്പൊ തന്നെ അങ്ങോട്ട് പോട്ടെ. വിട്ടോ വലിച്ചു വിട്ടോ, നമ്പൂരിച്ചന്റെ കയ്യിൽ പെടണ്ടാട്ടോ. ഈ ലോകം മൊത്തം തട്ടിപ്പാ, അതിലുള്ള തട്ടിപ്പ് വീരനല്ലേ നിങ്ങൾ? നമ്പൂരി, ഡോക്ടറെ പോയി കണ്ടോ? ഞാൻ പോവാട്ടാ. പൊക്കോ പൊക്കോ, നരകത്തിലേക്കുള്ള വാതിലുണ്ടവിടെ. എന്നാലും എന്റെ നമ്പൂരിച്ച ആ കമ്പിയും പോയി പിടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അത് അയാൾക്ക് കിട്ടേണ്ട ഷോക്കല്ലേ? ഏത് കമ്പിയാണ് സ്വാമി? കൊടക്കമ്പി, ഇരുമ്പ് കമ്പി, അലുമിനിയം കമ്പി, സ്വർണ്ണക്കമ്പി? പറയൂ സ്വാമി. സ്വാമിയാ? ഇന്നലെ വരെ കൊച്ചുണ്ണിയേട്ടാന്ന് വിളിച്ചിരുന്ന ആളെ പാവം നമ്പൂരി. ഒരു കണക്കിന് പാപം ചെയ്യാത്തവർ ആരുമില്ല സ്വാമി. കാണായിരുന്നോ? കുറച്ച് ദിവസമായാലോ കണ്ടിട്ട്. അതുകൊണ്ടല്ലേ കുമാരേട്ടൻ ഇന്നൊന്ന് കാണാൻ വേണ്ടിയാണ്ട് ഇറങ്ങിയത്. കുമാരേട്ട, എനിക്കൊരു 25,000 റുപ്യ അത്യാവശ്യം. കാണാറിന് എന്തിനാ ഈ 25,000 റുപ്യ ഇപ്പോ? അത് എൻ്റെ പാർട്ടി ഫണ്ടിലൊരു ഷോർട്ടേജ് വന്നിട്ടുണ്ട്, അതൊന്ന് നികത്താൻ വേണ്ടിയാ. കാണാറിന്റെ പാർട്ടി വേറെ, എന്റെ പാർട്ടി വേറെ. കാണാറിന്റെ പാർട്ടിക്ക് ഞാൻ പൈസ തരില്ല. പാർട്ടി വിട്, ഇത് കണാറിന് കടായിട്ട് തന്നാ മതി. കണാറിന് അത് എപ്പോ വേണമെങ്കിലും തിരിച്ചു. കാണാറിനാന്ന് പറഞ്ഞാലും പാർട്ടിക്കാണല്ലോ. നിങ്ങളെ പാർട്ടിക്ക് ഞാൻ കാശ് തരില്ല. കാശ് എന്റെ കയ്യിലില്ല എന്നിട്ടല്ല, നിങ്ങളെ പാർട്ടിയിൽ എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. മുഴുവൻ കള്ളത്തരങ്ങളല്ലേ. അല്ല കുമാരേട്ട, ഏത് പാർട്ടിയുടെ കള്ളത്തരം ഇല്ലാത്തത്? ഞങ്ങളെ പാർട്ടിയിൽ കള്ളത്തരമില്ല. കാണാറിന് ഒരു കള്ളത്തരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കള്ളത്തരായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ഒരു 10 കള്ളത്തരം ഞാൻ കാണിച്ചു തരാം. ആ, എന്തായാലും നിങ്ങളെ പാർട്ടിനേക്കാളും പേരില്ല. അതൊക്കെ പോട്ടെ, കുമാരേട്ടന് കാശ് തരാൻ പറ്റൂ? പറ്റില്ല. അതിനു വേണ്ടി കാണാതെ ഇവിടെ ഇരിക്കണ്ട, വിട്ടോളൂ. അല്ല, രമേശിന്റെ അമ്മല്ലേ ഇവിടെ? ഉള്ളിലുണ്ട്. കുട്ടിയിലെ മുത്തശ്ശീനെ ഒന്ന് കാണാൻ വന്നാ. മുത്തശ്ശി എവിടെ? മിഠായി ഒന്നും കൊണ്ടുവന്നില്ല മോളെ. അനീഷ് ഇവിടെ കാശിന് വേണ്ടി നടക്കുമ്പോഴൊരു മുട്ടായി. ഈ കണാര മുത്തശ്ശി പിഷ്കന ഒരു മിഠായും തരില്ല. അച്ഛി കണാര മുത്തശ്ശി വിളിക്കണ്ട, ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അതെന്താ മൂസേ ചായ കൊടുക്കണ്ടാത്തത്? കണാര മുത്തശ്ശിയെ പിഷ്കന ചായ ഉണ്ടാക്കിയിട്ട് പഞ്ചാരയും പാലൊന്നും കളയണ്ട. മൂസിന്റെ ഒരു കാര്യം എന്താ കണാകരേട്ടൻ പതിവില്ലാണ്ട. അല്ല കണാരേട്ട, എന്താ ഈ വഴിക്കൊക്കെ? രമേശിന്റെ അമ്മേനെ കൊണ്ട് എനിക്കൊരു കാര്യം. എന്നെ കൊണ്ട് എന്ത് നേടാനാണ് കണാകരേട്ടന്? അത് പിന്നെ ഒരു 25,000 രൂപ. 25,000 പോയിട്ട് എന്റെ കയ്യിൽ ഒരു 10 ഉറുപ്പ്യ എടുക്കാനില്ല കണാരേട്ട.
അല്ല, സുമിത്ര അവിടെ ഉണ്ടാ? സുമിത്ര ഇവിടെ ഉണ്ട്. സുമിത്രേ, സുമിത്രേ, ദാ കണാകരേട്ടൻ വിളിക്കണു. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. എന്താ ഈ കാണുന്നത്? ഞാൻ ഒരു അക്ഷരത്തിനെ പോലെ ഉണ്ടല്ലോ. ഈ കാണാരേട്ടന്റെ ഒരു കാര്യം. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. ആദ്യം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഈ സുന്ദരിക്കുട്ടീനെ. അല്ല കാണാരേട്ടാ, എത്ര പൈസ വേണ്ടി വരും? അത്ര അധികമൊന്നും വേണ്ട, ഒരു 25,000 രൂപ മതി. അയ്യോ, 25,000 എന്നൊക്കെ പറഞ്ഞ വലിയ പൈസയല്ലേ? അത്രയൊന്നും എന്നെ കൊണ്ട് തരാൻ പറ്റില്ല. മോളന്ന് അഭിനയിച്ച സിനിമ കണ്ടിട്ട് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. കണ്ടില്ല, ഇപ്പോഴും രോമാഞ്ചം ഉണ്ട്. എന്റെ റോൾ ഇത്തിരി ചെറുതായി പോയി. ആ സിനിമയിൽ അഭിനയിച്ച നായകനെ കൊള്ളില്ല. ആ റോള് മോളാണ് അഭിനയിച്ചെങ്കിൽ ഗംഭീരമായിരുന്നു. ഷോന്റെ കാണാരേട്ട ഇത് എല്ലാവരും എന്നോട് പറഞ്ഞു. നോക്കിക്കോ കാണാരേട്ടാ, അടുത്ത സിനിമ ഞാൻ ഹീറോയിനായിട്ട് വരും. അതിനുള്ള സൗന്ദര്യം ദൈവം വാരിക്കോരി തന്നിട്ടില്ലേ? ഈ കാണാരേട്ടന്റെ ഒരു കാര്യം ഒന്ന് പോ കാണാരേട്ടാ. അത് പറഞ്ഞപ്പോഴേ മോളെ, ഞാൻ ഇന്നാള് ട്രെയിനിൽ വെച്ച് ഒരു സിനിമ ഡയറക്ടറെ പരിചയപ്പെട്ടു. അയാളെ പുതിയ പടത്തിലേക്ക് ഒരു നായികനെ നോക്കുന്നുണ്ട്. മോൾക്ക് നായികയായിട്ട് അഭിനയിക്കണം. ആ, ഞാൻ റെഡിയാ. ഞാൻ അയാളെ ഒന്ന് വിളിച്ചു പറയാം, മോള് റെഡി ആയിക്കോ. അല്ല കാണാരേട്ടൻ നേരത്തെ എത്ര രൂപ വേണമെന്നാ പറഞ്ഞത്? 25,000 രൂപ. അല്ല 25 മതിയാവോ? മതി. അത് ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് എത്തിക്കാം. അത് മതി, ധൃതിയില്ല, വൈകുന്നേരം എത്തിയാ മതി. എന്നാ ശരി കാണാരേട്ടാ, എനിക്ക് മോളെ പഠിപ്പിക്കാനുണ്ട്. കാണാരേട്ടാ, എന്റെ ആ പെൻഷൻ ഒന്ന് ശരിയാക്കി തരുമോ? നിങ്ങളെ പെൻഷൻ അല്ലാണ്ട് ഈ കാണാനായിട്ട് ആരെ പെൻഷൻ ശരിയാക്കുക? വേഗം ശരിയാക്കാൻ പറ്റുമോ? വേഗം ശരിയാക്കാം. അത് നിങ്ങൾക്ക് പെൻഷനുമായിട്ട് പ്രായമൊക്കെ ആയ? എല്ലാരും പറയണ്ടേ എനിക്ക് പ്രായമൊന്നും തോന്നിക്കില്ലാന്ന്. ദൈവം അങ്ങനെ സൗന്ദര്യം തന്നാൽ എന്താ കാട്ടുക കാണാരേട്ടാ? അതിന് വേണ്ട ഒരു ഭാഗ്യം. ആ, അതിനും വേണം ഒരു ഭാഗ്യം. കുമാരേട്ടാ, കാശൊന്നും നിങ്ങൾ തരണ്ട, അത് നിങ്ങളെ മരുവോട് തരാന്ന് പറഞ്ഞു. എനിക്കറിയാം, സുമിത്രേനെ പറ്റിച്ച് എല്ലാരും കാശടിച്ച് പോയിട്ടുണ്ട്. എന്തായാലും എന്റെ കാര്യം നടന്നു. ഏടത്തിക്ക് വല്ല കാര്യമുണ്ടോ? ഇതൊന്നും നടക്കാൻ പോണില്ല. ഇയാളെ കൊറേ പ്രാവശ്യം പറഞ്ഞതാ അത്. ഇതൊന്നും നടക്കാൻ പോണില്ല. സുമിത്ര കാശ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അയാൾക്കത് മതി. അയാൾ പോയി. ഇത്രേനെ പൊക്കി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും പൈസ കൊടുക്കും. മണ്ടത്തിയ ശരിയാണ് ഏടത്തിയെ, അത് മരമണ്ടിയ. രമ്യ, നിന്റെ കൂട്ടുകാരിനെ കാണാറില്ലല്ലോ. ഏത് കൂട്ടുകാരി? നമ്മളെ സുമിത്രേ. അവളെ കാര്യം എന്നോട് പറയരുതേ. എന്താ രമ്യക്ക് സുമിത്രയോട് ഇത്ര ദേഷ്യം? പണ്ട് നിങ്ങൾ ഏടത്തി അനിയത്തിയായിട്ട് നടന്നിരുന്നല്ലേ? ശരിയാന്ന്, ഞങ്ങൾ ചേച്ചി അഞ്ചത്തിനെ പോലെ തന്നെയാ നടന്നിരുന്നത്. നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങള്. പക്ഷേ അവൾക്കോട് ഭയങ്കര ദേഷ്യമുണ്ട് എനിക്ക്. ഒരു ദിവസം അവളെ മേക്കപ്പ് ഇത്തിരി ഞാൻ മുഖത്തെടുത്തിട്ടു. അതിന് അവളെ ആൾക്കാരെ ഇടയ്ക്ക് വെച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയത് അവളോടുള്ള ശത്രുത എനിക്ക്. അതിന് ആ പ്രായത്തിലൊക്കെ മേക്കപ്പ് ഇടാറുണ്ടോ? പിന്നില്ലാതെയാ, അന്നും അവൾ അങ്ങനെ തന്നെയാ. ചുണ്ടില് കുറെ അങ്ങോട്ട് തേച്ച്, മുഖത്ത് കുറച്ചങ്ങോട്ട് കലക്കി തേച്ച്, വലിയ ഭൂലോക സുന്ദരിയാന്ന് അവളെ വിചാരം. രമ്യ, അതൊക്കെ അന്നത്തെ കാലത്ത് കഴിഞ്ഞു പോയതല്ലേ. ഇന്നിപ്പോ അത് പറഞ്ഞു നടക്കണം. നാളല്ലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ? കൊച്ചുണ്ണിയേട്ടാ, അവളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഐഡിയ ആവുക വേണ്ട. എനിക്ക് അവളെ കാണുകയും വേണ്ട, അവളോടൊന്നും പറയാനും ഇല്ല. അതൊക്കെ ചെറുപ്പകാലത്ത് കഴിഞ്ഞു പോയതല്ലേ രമ്യ. അതൊക്കെ വിട്ട് കളഞ്ഞ് സ്നേഹമായിട്ട് പോവുക, അതല്ലേ നല്ലത്. നമുക്ക് എന്താ എത്ര കാലം ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? പിന്നെ എന്തിനാ വൈരാഗ്യം കൊണ്ടുനടക്കണേ? കൊച്ചുണ്ണിയേട്ടൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ നാണക്കേട് എൻ്റെ മനസ്സൊന്നും പോയില്ല കൊച്ചുണ്ണിയേട്ടാ. രമ്യ പറഞ്ഞു തീർന്നില്ല. അതിന്റെ മുമ്പ് നിന്റെ കൂട്ടുകാരിക്ക് അതാ വരുന്നു. കൊച്ചുണ്ണേട്ടാ, ഇവിടെ ചായക്ക് എന്താ കഴിക്കാനുള്ളത്? സുമിത്രയ്ക്ക് എന്താ വേണ്ടെങ്കിൽ എടുത്തോ. ചേട്ടാ, ഈ റസ്കിന് എത്ര രൂപ? 20 റുപ്യ. കൊച്ചുണ്ണിയേട്ടാ, ചില ആൾക്കാരുണ്ടല്ലോ സിനിമയിലൊന്ന് ചെറുതായി മുഖം കാണിക്കുമ്പോഴത്തേക്ക് വലിയ നടിയാന്നുള്ള വിചാര. എന്താ ഗമ? ഞാൻ എന്താ പറയാ രമ്യ? ഒന്നും പറയണ്ടേ. എന്റെ കൊച്ചുണ്ണിയേട്ടാ, സിനിമയിൽ ചെറിയ റോളാണെങ്കിലും അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടണമെങ്കിൽ നല്ല കഴിവ് വേണം, ഭാഗ്യം വേണം. പിന്നെ അസൂയക്കും കുശുമ്പിനും പണ്ടേ മരുന്നില്ല. അത് സുമിത്ര പറഞ്ഞത് ശരിയാ. ഇങ്ങനത്തെ ചെറിയ റോളൊക്കെ ചെയ്യുന്ന നാണക്കേടാ കൊച്ചുണ്ണിയേട്ടാ. സിനിമയിൽ വലിയ നായികേറ്റാനായിട്ട് കിട്ടണം, അല്ലാതെ ഇതെന്തൂട്ടാ. അതെ, ഞാനൊരു നായികയായിട്ട് വരൂ കേട്ടോ.
സുമിത്രേ, എന്നെ ചിലപ്പോ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അല്ല പിന്നെ എന്റെ കൊച്ചുണ്ണിയേട്ടാ, അഭിനയത്തിന്റെ ABCD അറിയാത്ത ചില ആൾക്കാരുണ്ട് ഇവിടെ. അവർ പല പല തള്ളും. കൊച്ചുണ്ണിയേട്ടാ ഒന്നും വിശ്വസിക്കണ്ട. കൊച്ചുണ്ണിയേട്ടാ, ഈ രമ്യന്റെ അഭിനയത്തിന്റെ അളവെടുക്കാൻ ഇവിടെ ആരും ആയിട്ടില്ല. ഹായ്, നമ്മുടെ മെമ്പർ എത്തിയില്ല. ഇപ്പൊ അടി കൊഴുക്കും. എന്താ കൊച്ചുണ്ണി ഇവിടെ പ്രശ്നം? മെമ്പറെ ഇടപെടണോ? ഇങ്ങനെ പോയാൽ ഇടപെടേണ്ടതായിട്ട് വരും. മെമ്പറെ, ഇവിടെ എന്തൊക്കെയാന്ന് എന്നെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നത്? ഞാനാണോ? നിങ്ങളല്ലേ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കിയത്? എന്താ നിങ്ങളെ പ്രശ്നം? രമ്യ വന്നിട്ട് ഇവിടെ സുമിത്രയുടെ കുറ്റം പറയായിരുന്നു. അപ്പോഴാ വരുന്നു സുമിത്ര. ഇത് രണ്ടാളും കൂടിയിട്ട് അടിയായി. മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നം എനിക്ക് തീർക്കാൻ പറ്റും, ഇവരെ പ്രശ്നം എനിക്ക് തീർക്കാൻ പറ്റില്ല. എന്റെ മെമ്പറെ, ഞാനൊരു പാവാന്ന്. ഇവളാണ് പ്രശ്നക്കാരുത്തി. ഇവളൊരു കൂറപ്പടത്തിൽ അഭിനയിച്ചു എന്ന് വിചാരിച്ച് ലോകൈക സുന്ദരി എന്നുള്ള വിചാരം അവൾക്ക്. ഇവളാ പ്രശ്നം. അയ്യടാ, കൂറപ്പടോ? അത് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ആ പടത്തിലെ നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടിട്ടുണ്ടാ? ഓ, ഈ സ്ത്രീക്ക് എന്തൊരു കുശുമ്പ എന്റെ മെമ്പറെ. നീ ഒന്ന് പോടി എല്ലിച്ചി. നിനക്കൊരു ശരിക്കും അറിയില്ലടി, ഞാൻ ഉമ്മ തരും. നീ എന്നെ അടിക്കാറായോ? നന്നായി ഇടിക്കടി എലിമ്പി. മെമ്പറെ, പണ്ടത്തെ കാലല്ല, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ അടിച്ചോ? ഞങ്ങൾ ഗാലറിയിൽ ഇരുന്ന് കാണാം. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. നീ പോടി. ഈ രമ്യരാന്ന് അവൾക്കറിയില്ല. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ കൊച്ചുണ്ണി, ഒരു അടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. സമയം വെറുതെ പോയി. ഹലോ, സുമിത്രല്ലേ? ആ, അതെ കാണാരേട്ടാ, സുമിത്രയാണ്. മോള് സിനിമയില് നായികയാവാൻ റെഡി ആയിക്കോ. സിനിമയിലെ നായികയോ? കാണാരേട്ടാ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഇന്നാള് പറഞ്ഞ ഡയറക്ടർ മോളെ കാണാൻ നാളെ വരുന്നുണ്ട് കേട്ടാ. കാണാരേട്ടാ ശരിക്കും വരുന്നുണ്ടോ? കണാരേട്ടൻ കൊണ്ടുവരാന്ന് പറഞ്ഞ ഡയറക്ടർ കൊണ്ടുവന്നിരിക്കും. ആ, എന്നാ ശരി കാണാരേട്ടാ. എന്നാ ശരി മോളെ. ഇനി വേണം രമ്യയുടെ മുന്നിൽ നായികയായിട്ടൊന്ന് വിലസാൻ. അല്ല, നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന സുമിത്രയുടെ വീട് എവിടെയാ? സുമിത്രയോ? അത് സിനിമയിൽ അഭിനയിച്ചില്ല. നമ്മുടെ സിനിമയിലെ വിജനമായ വീതി, അതിൽ അഭിനയിച്ച സുമിത്ര. ആ സിനിമ അതിലൊരു ചെറിയ മുഖം കാണിച്ചിട്ടല്ലേ ഉള്ളവര്. ആ, എന്തായാലും അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, നിങ്ങളാരപ്പോ? അയ്യേ, എന്നറിയില്ലേ? ഞാൻ ഫേമസ് ഡയറക്ടർ പ്രദീപ്. അയ്യോ, സിനിമാ ഡയറക്ടർ ആയിരുന്നു, മനസ്സിലായില്ല കേട്ടോ. ഇരുന്നോ, അത്ര ബഹുമാനൊന്നും വേണ്ട. ഞാൻ വളരെ സിമ്പിളാ. സുമിത്രയുടെ വീട് ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ശരി, പോട്ടെ. പ്രൊജക്ട് തുടങ്ങുമ്പോ താങ്കൾക്കും ചെറിയൊരു സീൻ നോക്കാം. ഓക്കെ? അയ്യോ, എന്നെ സിനിമയിൽ എടുത്തോ? ഞാൻ വലിയ ആളാവാൻ പോവാണല്ലോ ഈശ്വര. കണ്ണനാണോ? ഇവിടെ ആളുണ്ട്. ആ, ചേട്ടന് എന്തിനാടെ പരിഞ്ഞേ? അല്ല, ഇത് സുമിത്രയുടെ വീടാണോ ഇത്? ഇത് ആ ഐശ്വര്യാറായി സിനിമ നടി സുമിത്രന്റെയോ? ആ, സുമിത്രേന്റെ. അതാണ് വീട്. ഇപ്പൊ പൊക്കോ, അവിടെ മേക്കപ്പ് ഇട്ട് നിക്കണ്ടാവും. ഈ ആള് കൊള്ളാലോടെ മോനെ. നമ്മളിതൊക്കെ എത്ര കണ്ടിട്ടുണ്ട്. ആര്? സുമിത്ര. അതെ, സുമിത്ര. ഞാൻ കണാരേട്ടൻ പറഞ്ഞ ഡയറക്ടർ പ്രദീപ്. അയ്യോ, സാറായിരുന്നോ? ഞാൻ അവിടെ കാത്തിരിക്കായിരുന്നു. ഉള്ളിലേക്ക് വരൂ. ഓക്കേ. ഒരു മിനിറ്റ്. അമ്മേ, അമ്മേ, എന്നെ സിനിമയിൽ എടുക്കാൻ പോലെ പ്രദീപ് സാർ വന്നിട്ടുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ബൈ ദ ബൈ, വിജനമായ വീതി അല്ലാതെ വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ സുമിത്ര? സിനിമ ഞാൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നായിക അവളുടെ ടാലന്റും സൗന്ദര്യമൊക്കെ എനിക്ക് ഉണ്ടല്ലോ. ഫ്രെയിമില് ഇയാള് കറക്റ്റാ, പക്ഷെ ടാലന്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അയ്യോ, ചെക്ക് ചെയ്യേ? പേടിക്കണ്ട, അഭിനയിച്ച് കാണിക്കണം, അതാ ഉദ്ദേശിച്ചത്. അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേറെ നായികമാരെ കിട്ടാഞ്ഞിട്ടൊന്നല്ല, പക്ഷെ കണാരേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊന്ന് നോക്കാം. നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ എവിടെയാ? ലൊക്കേഷൻ വന്നിട്ട് മലേഷ്യയിലായിരിക്കും, മിക്കവാറും മലേഷ്യ. ലാലേട്ടനാ, ഒരു മിനിറ്റ്. ഹലോ, നമസ്കാരം ലാലേട്ടാ.
ആ അതെ അതെ, ഞാൻ ഒരു പ്രോജക്റ്റിന്റെ ഒരു ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഗുരുവായൂർ വരെ വന്നിരിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റുമോ? ആ ഓക്കെ ഓക്കെ, ആ അരമണിക്കൂർ കേട്ടാ. ഓക്കെ ഓക്കെ. അയ്യോ, ലാലേട്ടനൊക്കെ എത്ര പരിചയമുണ്ടോ? ലാലേട്ടൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ. പുള്ളിയ ബിഗ് ബോസിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എന്നെ വിളിച്ചതാ വേറൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട്. ലാലേട്ടനൊക്കെ ഞങ്ങൾ സമയം കിട്ടുമ്പോ പരിചയപ്പെടുത്തി തരണേ. അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. സുമിത്ര ഒന്ന് അങ്ങോട്ട് വരൂ. അവിടെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ 4 ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരൂ. സുമിത്രയ്ക്ക് മടിയുണ്ടോന്നും കൂടി അറിയണമല്ലോ. ആ സാർ അങ്ങോട്ട് നടന്നോളൂ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. നീ ഒറ്റയ്ക്ക് പോണ്ട, അച്ഛനെ കൂടിയും കൂട്ടിക്കോളൂ. കൊച്ചുണ്ണേട്ടാ, ഇതിന്റെ സിനിമയിൽ നായികയൊക്കെ വന്ന ഡയറക്ടറാ. സുമിത്ര സിനിമയിൽ ശരിക്കും നായികയായോ? പിന്നല്ലാതെ, ഞാൻ പറഞ്ഞതല്ലേ സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ ഒരു ടാലന്റ് വേണം. ഡയറക്ടർ സാറ് കസേരയ്ക്ക് ഇരുന്നോളൂ, ഇങ്ങനെ നിൽക്കണ്ട. സാറ് പറ, എന്നെ കൊണ്ട് ഏത് റോളും പറ്റും. ഒരാള് പ്രപ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കുക എന്നുള്ള റിയാക്ഷൻ ഒന്ന് കാണിച്ചു. സാറേ, ഞാൻ അയാളോട് ഇഷ്ടമാണെന്നാണ് അഭിനയിക്കാൻ പോണേ. ഓക്കെ, എനിക്കും ഇഷ്ടായി. അയ്യേ, കൊച്ചുണ്ണിയുടെ ഇങ്ങനെ അഭിനയിക്കാൻ എനിക്കും ഇഷ്ടായി. എന്താത്? നിങ്ങളും മിണ്ടരുത്. അടുത്തത് സുമിത്ര നാണത്തോടുകൂടി നടന്നു വരുന്നവരാണ്. അയ്യേ, ഇങ്ങനെയല്ല നടക്ക, ഞാൻ നടന്ന് കാണിച്ചു തരാം. ഷോ നശിപ്പിച്ചു. ഞാനാണോ ഡയറക്ടർ? താൻ പോയ കടയിലിരിക്കും. ആ അത് പോട്ടെ. കമലദളം എന്ന സിനിമയില് എന്റെ സുഹൃത്ത് ലാലേട്ടൻ ചെയ്ത നടരാജ നടനം ഒന്ന് കാണിക്കും. നടരാജ നടനോ? ഞാനൊന്ന് നോക്കി നോക്കാം. ഇതാണോ നടരാജ നടനം? എന്റെ കൊച്ചുണ്ണിയുടെ നിങ്ങൾ കണ്ടില്ലേ നടരാജ നടനായത്? ഇത് കണ്ടോ? കൊച്ചുണ്ണിയുടെ നോക്കൂ, ഇതാ. ഈ സ്ത്രീനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. നിങ്ങൾ ഈ നടരാജ നടനമൊന്നല്ല, പല സിനിമാറ്റിക് ഡാൻസ് ഉണ്ടെങ്കിൽ പറയണ്ട ഡയറക്ടറെ. ഷോ, ഇയാളെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാൻ ഞാൻ എന്താ തരണ്ടേ? ഇപ്പോഴത്തെ ഒരു സൂപ്പർ ഹിറ്റ് ഫിലിം ഉണ്ടല്ലോ ലോക, അതിലെന്റെ പ്രിയന്റെ മോൾ അഭിനയിച്ചിട്ടുണ്ട്. കല്യാണിയുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതൊന്ന് കാണിക്കും. സുമിത്ര ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്താ പറയണേ സാറേ? എനിക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അതൊക്കെ നായകൻ ചെയ്താ പോരെ, നായകൻ തന്നെ ഫൈറ്റ് ചെയ്യണേ. ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് നിർബന്ധ. അയ്യോ, ചുണ്ണിയേട്ടാ ഇങ്ങോട്ട് വാക്ക, ഞാൻ കാണിച്ചു തരാം ഫൈറ്റൊക്കെ. സബാഷ്, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. സുമിത്ര ഔട്ട്. ഞാൻ ഇതുവരെ തെരഞ്ഞു നടന്ന എന്റെ കഥാപാത്രം ഇതാ. ഈ കുട്ടിയെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. അയ്യോ, ഞാനോ? എന്റെ സിനിമയിലെടുത്തോ? കൊച്ചുണ്ണിയേട്ടാ എന്റെ സിനിമയിലെടുത്തോ? അയ്യോ അച്ഛ, എനിക്ക് നെഞ്ഞു വേനിക്കണു. അയ്യോ, സുമിത്രന് വേഗം ആസ്പത്രിയിൽ കൊണ്ടുക്കോളൂ. നിങ്ങളെയും ഞാൻ സിനിമയിലെടുത്തു. എനിക്കൊരു അസിസ്റ്റന്റിനെ വേണമായിരുന്നു. നിങ്ങളാണ് അതിന് യോഗ്യൻ. അടിച്ചു മോളെ, എന്നെ എന്റെ സിനിമയിലെടുത്തു. അപ്പോ നിങ്ങൾ റെഡി ആയിക്കോ. 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആയി. നമ്മൾ നാളെ മലേഷ്യക്ക് പറക്കും. അല്ല, ജമ്മിയും കൊച്ചുണ്ണിയും മലേഷ്യ പോകാൻ റെഡിയായോ? ആരാ കാരണം? ഈ കണാരേട്ടനാന്ന് ഓർമ്മ വേണം കേട്ടാ. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കണാരേട്ടാ. അതേ, മലേഷ്യയിൽ നിന്ന് വരുമ്പോ കണാരേട്ടനെ കാണേണ്ട വിധത്തിൽ കാണണട്ടാ. ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മലേഷ്യൻ ചോക്ലേറ്റും ബിസ്ക്കറ്റും മിഠായും
സ്പ്രേയും എല്ലാം കൊണ്ടുവന്ന് തരില്ലേ കണാരേട്ടാ? അയ്യയ്യേ, ഇത് ആർക്ക് വേണം? വരുമ്പോ ഒരു നല്ല മലേഷ്യൻ. മനസ്സിലായി, സോമരസല്ലേ, അത് ഏറ്റു. എനിക്ക് ഭാഷ അറിയില്ല, അതാണ് ഇപ്പൊ പ്രശ്നേ. ഡയറക്ടർ എത്തിയല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഡയറക്ടർ സാറേ, സുമിത്രേനെ അഭിനയിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്നു. പറഞ്ഞിട്ടില്ല, ചാൻസ് ഇവർക്ക് രണ്ടുപേർക്ക് കിട്ടി. കണ്ണാരായിട്ട് നോക്കിക്കോ, എൻ്റെ ഈ പ്രോജക്റ്റ് കഴിയുന്നതോട് കൂടിയിട്ട് അടുത്ത സ്റ്റേറ്റ് അവാർഡ് ഇവർ രണ്ടുപേർക്ക് ഞാൻ വാങ്ങിച്ചാൽ കൊടുക്കും. എന്നിട്ട് വേണം ആ സുമിത്രന്റെ മുന്നിൽ എനിക്കൊന്ന് ഞെളിഞ്ഞു നടക്കാൻ. എന്നിട്ട് വേണം എനിക്ക് ചിലരൊക്കെ ഒന്ന് കാണാൻ. അല്ല, നിങ്ങൾ മലേഷ്യയിലൊക്കെ പോയിട്ടുണ്ടോ മുന്നേ? ഞാൻ മലേഷ്യയിൽ പോയിട്ടില്ല, മലപ്പുറത്ത് പോയിട്ടുണ്ട്. മലപ്പുറം നല്ല സ്ഥല. കൺട്രി ഫെലോസ്. സാറ് വല്ലതും പറഞ്ഞാ? അത് സാറ് നമ്മളെ പുകഴ്ത്തിയതല്ലേ? ആ തന്നെ തന്നെ. ഷോ, ഇതിനിടയിൽ ഒരു കാര്യം മറന്നു. സത്യേട്ടൻ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യേട്ടനോ? ആ, ഡയറക്ടർ സത്യൻ അന്തിക്കാടേ. ആ, നമ്മളെ അന്തിക്കാട്. പഠിക്കണ സമയത്ത് ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. ഒരു മിനിറ്റ്. ഹലോ. ആ, നമസ്കാരം സത്യേട്ടാ. ഞാൻ ലേശം തിരക്കായിരുന്നു. ആ അതെ, ഞാനേ നമ്മുടെ ഒരു പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മലേഷ്യയിലേക്കൊന്ന് പോവാണ്. ആ, ടീമെല്ലാം റെഡിയാണ് ഇവിടെ. ഓക്കെ. ആ ചിലപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കുമായിരിക്കും. ഇല്ല, ഞങ്ങൾ ഞാൻ വന്നതിന് ശേഷം നമുക്ക്, എനിക്ക് ആ പ്രൊജക്ട് ഓർമ്മ ഉണ്ട് കേട്ടോ. ഞാനത് വന്നതിന് ശേഷം നമുക്കതൊന്ന് നോക്കാം. ഓക്കെ. കണ്ടോ, ആള് വലിയ ക്യാമനാ. പോവല്ലേ? പോവാം. അല്ല, എന്താ പ്രശ്നം? ആള് ഓളന്മാരെന്ന് ചാടിപ്പോന്നാണ്, സ്വല്പം വട്ടുണ്ടായി. അല്ല, അപ്പൊ ഇയാള് സിനിമ ഡയറക്ടർ അല്ലേ? 10-15 കൊല്ലം മദ്രാസില് സിനിമാക്കാരെ കൂടെ തെണ്ടി നടക്കായിരുന്നു. ആളെ എവിടെ എത്തില്ല. എവിടെ എത്താത്തോണ്ട് ആൾക്ക് വട്ടായി. ഇപ്പൊ മൂപ്പരെ വിചാരം മൂപ്പര് സിനിമ ഡയറക്ടർ എന്നാ. ഞാൻ കുതിരോട്ടത്തെ സ്റ്റാഫാണ്. മൂപ്പരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. ഞാനേ ഇപ്പൊ പോവാണ്. ഞാൻ ലാലേട്ടനായിട്ട് വരാം. വാ ചേട്ടാ. നാണക്കടായിട്ടാ. എവിടെ നിന്ന് കിട്ടി മെമ്പറെ ഈ ഡയറക്ടറെ? നാട്ടുകാരോടൊക്കെ സിനിമയിലെടുത്ത് മലേഷ്യക്ക് പോവാന്നും പറഞ്ഞു. ഇപ്പൊ അവരുടെ മുന്നിലൊക്കെ ഞാൻ എങ്ങനെ ചെല്ലാം? ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെയാ നോക്കാം? ഇന്നലെ മുതൽ മേക്കപ്പ് ഇടാൻ തുടങ്ങിയതാ. ഞാൻ എന്റെ കോളേജ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ചു, ഞാൻ നായികയാവാൻ പോവാന്ന്. എല്ലാം ഈ മെമ്പർ കാരണം ഉണ്ടായത്. ഞാനൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു വന്നാ, അതിപ്പോ എനിക്ക് പാരേ. എന്റെ രമ്യ, സിനിമയിലൊക്കെ കയറിയിട്ട് മോഹൻലാലിന്റെ കൂടെയൊക്കെ നടക്കാന്നൊക്കെ വിചാരിച്ചാണ്, ഒക്കെ വെള്ളത്തിലായി. ആ സുമിത്രയുടെ മുഖത്ത് നോക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചത്തം മതിയായിരുന്നു. ആ സുമിത്ര കണ്ട എന്റെ കാര്യം പോക്കാ. ഞാനും അത് ആലോചിക്കുന്ന കൊച്ചുണ്ണിയേട്ടാ, അവളെ മുന്നിലൊന്നും പോയിട്ട് പെടല്ലേ. പറഞ്ഞപ്പോഴേക്കും ദാ വരുന്നു സുമിത്ര. സുമിത്ര, ഹാർട്ട് അവളെ തന്നെ ഇരിക്കുന്നുണ്ടോ? കൊച്ചുനേട്ടാ, എന്റെ ഹാർട്ട് എവിടെ പോയിട്ടില്ലേ, അത് ഇവിടെ തന്നെ ഉണ്ട്. ചിലവരുടെ ഹാർട്ടൊക്കെ മലേഷ്യയിൽ പോയിന്ന് കേക്കുന്നുണ്ട്. അവിടെ തണുപ്പാണത്രേ, അതുകൊണ്ട് ഞങ്ങള് പോയില്ല. തണുപ്പാണ്. മലേഷ്യയിൽ ഭയങ്കര തണുപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. ഇട്ടാത്ത മുന്തിരി പുളിക്കും.